ഇസ്രായേൽ കമ്പനിയുടെ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു. MSS ഏറിയാസ് എന്ന കണ്ടെയ്നറാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോംപ്ലക്സ് പിടികൂടിയിട്ടുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് സംഭവമുണ്ടായത്. നിലവിലെ സ്ഥിതിഗതികൾ പരിശോധിച്ച് വരികയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. കപ്പലിൽ 2 മലയാളി ജീവനക്കാരുമുണ്ടെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നമുക്കറിയാം ഒരുപക്ഷെ ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടയിലേ പുതിയൊരു സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായും വിഷ്ണു, ഈ സംഘർഷം രൂക്ഷമാകുന്നു എന്നതിൻ്റെ, അല്ലെങ്കിൽ അത് പ്രായോഗികമായി രൂക്ഷമാകുന്നു അല്ലെങ്കിൽ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ MSC ഏറിയസ് എന്ന് പറയുന്ന ആ കണ്ടെയ്നർ ഷിപ്പ് പിടികൂടിയിരിക്കുന്നത്. അതായത് ഫുജൈറ പോർട്ടിനടുത്ത് ഹോർമുസ് സ്ട്രേറ്റിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായാണ് കപ്പലിനെ പിടികൂടിയത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിൻ്റെ നാവികസേന എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇത്തരത്തിൽ ഈ പ്രദേശത്ത് നമുക്കറിയാവുന്നതാണ്, ഈ മേഖലയിൽ അതായത് ഏഷ്യയിലേക്ക് ഉൾപ്പെടെ എണ്ണ എത്തുന്നതിലേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇടനാഴി കൂടിയാണിത് ഹോർമുസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഈ ഹോർമുസ് സ്ട്രേറ്റിലെ നമുക്കറിയാവുന്നതാണ്, ലോകം മുഴുവൻ നടക്കുന്ന എണ്ണ വ്യാപാരത്തിൻ്റെ 21% നടക്കുന്നത് ഈ മേഖലയിലൂടെയാണ്. സ്വാഭാവികമായും ഈ പശ്ചിമേഷ്യയിലെല്ലാം തന്നെ എണ്ണ വിതരണത്തിനെ കാര്യക്ഷമമായി നിലനിർത്തുന്ന ഹോർമുസ് സ്ട്രേറ്റിൽ ഇത്തരത്തിലൊരു സങ്കീർണാവസ്ഥ കൊണ്ടുവരുന്നത് തീർച്ചയായും ഒരു ലോകത്തെ മുഴുവൻ മുൾമുന്നിൽ നിർത്താനുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിൽ അതായത് ഇന്ധന വില വർധനയിലേക്കും ഇന്ധനത്തിൻ്റെ ലഭ്യതക്കുറവിലേക്കും എല്ലാം തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക, അത്തരത്തിൽ ലോകത്തെ തന്നെ സ്തംഭിപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ MSC ഏറിയസ് എന്ന കപ്പലിനെ പിടികൂടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ആ പ്രദേശത്ത്, അതായത് എണ്ണ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു ചരക്ക് ഗതാഗതം ഉൾപ്പെടെ നടക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിലൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക് ഗാർഡ്സ് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, കോപ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതീവ ഗുരുതരമായൊരു പ്രശ്നം തന്നെയായി അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വാണിജ്യത്തിന് ആഘാതമുണ്ടാക്കുന്നൊരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഏപ്രിൽ 1 നടന്ന സിറിയയിലെ ഡമാസ്കസിൽ നടന്ന ആക്രമണം, അതായത് ഇറാൻ്റെ കോൺസുലേറ്റിൽ നടന്ന ആക്രമണത്തെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കുറേ ശക്തമാകാൻ തുടങ്ങിയത്. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പാണ് തീർച്ചയായും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും ഇസ്രായേലിന് നേരെ എന്ന സൂചന പുറത്തു വരുന്നതും ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ ശക്തമായി ഇതിനെതിരെ എതിർക്കുകയും, അതായത് ഇസ്രായേലിനെ ആക്രമിക്കാൻ മുതിരുകയാണെങ്കിൽ കർശനമായ നടപടികളിലേക്ക് നീങ്ങുമെന്ന നിലപാട് ഇറാനെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി മുൾമുനയിൽ നിർത്തുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ ഈ കപ്പൽ പിടികൂടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിടികൂടിയ കപ്പലിൽ 2 മലയാളികളുണ്ട് എന്നത് കുറേ കൂടി ഗൗരവമർഹിക്കുന്നൊരു വിഷയമാണ്. കാരണം ഭാരതീയരായ 2 കപ്പൽ ജീവനക്കാരെ കൂടി ഇനി അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യേണ്ട ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് ഭാരതം കൂടി കടക്കേണ്ടി വരും. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചർച്ചകളും മറ്റ് സംവിധാനങ്ങളും നടക്കേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സുമായി ഭാരത നയതന്ത്ര സംവിധാനങ്ങൾക്ക് ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട്. സ്വാഭാവികമായും അതിന് സമാനമായ അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അവരെ പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശേഷിയുള്ള സംവിധാനങ്ങളുമായി സംബന്ധിച്ചതിന് ശേഷം മാത്രമേ ഈ ഭാരതീയരായ നാവികരെ അല്ലെങ്കിൽ മലയാളികളായ കപ്പൽ ജീവനക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന സങ്കീർണാവസ്ഥ ഭാരതവും കൂടി നേരിടുന്നൊരവസ്ഥയുണ്ട്. അത്തരത്തിൽ എണ്ണ നീക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന കൃത്യമായ ഉദ്ദേശത്തോടെ തന്നെയാണ് ഈ കപ്പൽ പിടികൂടിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒക്ടോബർ 7 ഹമാസിൻ്റെ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന്, അതായത് ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ ലെബനനിലെ ഹിസ്ബുള്ള അതിന് പിന്തുണയുമായി എത്തിയിരുന്നു. ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാനിൽ നിന്നുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിൻ്റെ പിന്തുണ അവർക്കുണ്ട്. സ്വാഭാവികമായും ഇറാൻ്റെ പിന്തുണയുണ്ട്, അതുപോലെ തന്നെ ഹിസ്ബുള്ളയുണ്ട്, അതുപോലെ തന്നെ ഹമാസിൻ്റെ ഭീകര പ്രവർത്തനങ്ങളുണ്ട്. മാത്രമല്ല ഹൂതി വിമതരുടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത, യമനിലെ ഹൂതി വിമതരുടെ ആ ഒരു പിന്തുണയുമുണ്ട്. അത്തരത്തിൽ ആ മേഖലയിലുള്ള ഇസ്ലാമിക സംവിധാനങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഒരു ഭീകര സ്വഭാവമുള്ള സംവിധാനങ്ങൾ മുഴുവൻ ഹമാസിനെ പിന്തുണയ്ക്കുകയും അത്തരത്തിൽ ആ പ്രദേശത്താകെ ഒരു സംഘർഷം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. അപ്പോഴാണ് ആ സംഘർഷത്തിനിടയിൽ തന്നെയാണ് ഗൊലാൻ കുന്നുകളിൽ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിൻ്റെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുകയും അത്തരം ഒരു ഭീഷണി ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ മുൻപിൽ ആ സംഘർഷം എല്ലാം തന്നെ അവസാനിപ്പിക്കുന്ന ഒരു നീക്കത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ എത്തുകയും കൂടി ചെയ്തിരുന്നു അടുത്ത ദിവസങ്ങളിലായി. അത് UN റെസൊല്യൂഷൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിൽ റെസൊല്യൂഷൻ ഉൾപ്പെടെ ഉണ്ടായി. ഇത്തരത്തിൽ സമാധാന പുനഃസ്ഥാപനത്തിനുള്ള നീക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇറാനിലെ കോൺസുലേറ്റ് ആക്രമണത്തിൻ്റെ പിന്നാലെ ഒരു റിയാക്ഷൻ എന്ന രീതിയിൽ ഇറാൻ്റെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് ഒരു പ്രതികാരം എന്ന നിലയിൽ കർശനമായ നീക്കങ്ങൾ അല്ലെങ്കിൽ യുദ്ധസമാനമായ നീക്കങ്ങൾ ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്നൊരു സൂചന പുറത്തു വരികയും അതനുസരിച്ച് ഇത്തരത്തിലുള്ള ആഗോള
ആഗോള രാഷ്ട്രങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ കർശനമായ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തത്. ഇതേ സമയം തന്നെ, അതായത് കപ്പൽ പിടികൂടി അല്പസമയത്തിനകം തന്നെ ഇസ്രായേലി പ്രതിരോധ സേന, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഇസ്രായേലി പ്രതിരോധ സേന വളരെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്, ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇന്നലെ രാവിലെ ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായിരുന്നു. ശക്തമായ ഒരു ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 40-ലേറെ മിസൈലുകൾ വർഷിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ കൂടി ഇൻറ്റേർണൽ ഭാഗങ്ങളിൽ, അതായത് കുറേ കൂടെ ഇസ്രായേലിൻ്റെ ആഭ്യന്തര മേഖലകളിൽ കടന്നു കയറി ആക്രമണം നടന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പശ്ചിമേഷ്യയിൽ പുകഞ്ഞു നിന്ന പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ തണുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലൊരു നീക്കവുമായി പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇറാൻ ഈ ശക്തികൾക്കെല്ലാം തന്നെ, പശ്ചിമേഷ്യയിലെ ഒരു ഛിദ്ര സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികൾക്കെല്ലാം തന്നെ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അതിനിടയിലാണ് കുറേ കൂടി സമവായത്തോടു കൂടിയുള്ള അല്ലെങ്കിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാനായി പ്രതിരോധ വിദഗ്ധൻ കേണൽ ഡിനി കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. സർ, ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ MSC ഏറിയസ് എന്ന് പറയുന്ന ഒരു ചരക്ക് കപ്പൽ പിടികൂടിയത്. ഹോർമുസ് കടലിടുക്ക് നമുക്ക് ഗൗരവതരമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കടലിടുക്കാണ് അത്. ഈ ഹോർമുസ് കടലിടുക്കിൽ ലോകത്തിൻ്റെ മുഴുവൻ എണ്ണ വ്യാപാരത്തിൻ്റെ 21%, എന്നാണ് കൃത്യമായ കണക്കുകൾ വരുന്നത്. 21% ട്രാൻസ്പോർട്ട് നടക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു കപ്പൽ പിടികൂടിയതിലൂടെ ഈ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സ് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണ്? തീർച്ചയായും ഇസ്രായേൽ പ്രതിരോധ സേന ഒരു പ്രതികരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയം കൃത്യമായി പരാമർശിച്ചിട്ടില്ലെങ്കിൽ കൂടി ഏത് ലക്ഷ്യമാണ് ഇവർ നേടാൻ ശ്രമിക്കുന്നത് ഈ നീക്കത്തിലൂടെ? നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് ഏപ്രിൽ 1 ഇറാനിയൻ അംബാസിയിൽ ഇസ്രായേൽ ഡ്രോൺ സ്ട്രൈക്കേഴ്സ് കാരണം 2 അവരുടെ ജനറൽസ് വരെ മരിക്കുകയുണ്ടായി. അപ്പൊ അതിന് ഒരു പ്രതികാരം എന്നുള്ള നിലയിൽ അവർ തീർച്ചയായിട്ടും പ്രതികരിക്കുമെന്നുള്ള നമുക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതിന് ആ ഒരു പ്രഷർ ഇറാന്റെ മുകളിൽ ഉണ്ടായിരുന്നു. കാരണം അവർ പ്രതികരിച്ചില്ലെങ്കിൽ അത് അവരുടെ നിലനിൽപ്പ് തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്കാണ് മാറുന്നത്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചോളം, ഇസ്രായേലിൽ നമുക്കറിയാം എപ്പോഴും അവർക്ക് എന്തെങ്കിലും അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് നടന്നാലും അവരത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ ഇത്രയും ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 189 days ആയിട്ടുണ്ട് ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട്. പക്ഷെ ഒരു ശക്തിക്കും ആ ഒരു ഇസ്രായേലിനെ ആ ഒരു പിന്തിരിപ്പിക്കാനോ അത് നിർത്താനോ സാധിച്ചിട്ടില്ല. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർക്ക് എന്താണോ അവരുടെ നാഷണൽ ഇൻട്രസ്റ്റിന്റെ കാര്യം വരുമ്പോൾ അത് അവർ ശക്തമായിട്ട് പ്രതികരിക്കും. അപ്പൊ അതൊന്ന്. അപ്പൊ രണ്ടാമത്, അപ്പൊ ഇറാനെ സംബന്ധിച്ചോളം ഇറാന് ഉള്ളിൽ ധാരാളം പ്രഷർ ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും ഒരു റിറ്റാലിയേഷൻ ചെയ്തേ തീരൂ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു റിറ്റാലിയേഷൻ ചെയ്ത് എന്തെങ്കിലും ഒരു ആളുകളുടെ ഇടയ്ക്ക് അവർക്കും ഒരു വിശ്വാസമൊക്കെ നിലനിർത്താൻ വേണ്ടി അവരെന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്തേ തീരൂ എന്നുള്ള രീതിയായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ എക്സ്പെക്ട് ചെയ്തത് അവര് ഡ്രോൺസ് അല്ലെങ്കിൽ മറ്റ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ഒക്കെ വെച്ചിട്ട് ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ചിലപ്പം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് എസ്കലേറ്റ് ചെയ്ത് പോയാനെ. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ചരക്ക് കപ്പല് അവരുടെ ഫോഴ്സസ് ഉപയോഗിച്ച് തന്നെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു എസ്കലേഷൻ ഉള്ള സാധ്യത അത്രയും കുറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഒന്നും വന്നതായിട്ട് ഇതുവരെ റിപ്പോർട്ടൊന്നുമില്ല. പക്ഷെ എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ചെയ്തു എന്നുള്ള രീതിയിലേക്കും വരും. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ US എന്തുമാത്രം ഇതിനകത്ത് പ്രഷർ ഇസ്രായേലിനെ കൊണ്ട് കൊടുത്ത്, അതായത് വലിയൊരു രീതിയിലേക്ക് ആക്ഷൻ എടുക്കരുത് എന്നുള്ള കാര്യത്തിലായിരിക്കും അടുത്ത നീക്കങ്ങൾ നമുക്ക് പറയാൻ പറ്റുക. തീർച്ചയായും ഒരു മണിക്കൂറുകൾക്ക് മുമ്പാണ് മറ്റൊരു വിവരം വന്നത് കേണൽ ഡിനി. അതായത് ഈ ഫുജൈറ പോർട്ടിനടുത്ത് ഒരു ബ്രിട്ടൻ്റെ ഒരു യുദ്ധക്കപ്പൽ, അതായത് ഒരു പ്രതിരോധ സേനയുടെ കപ്പൽ തന്നെ ആങ്കർ ചെയ്തിരിക്കുന്നു. അത്തരത്തിലുള്ള സൂചനകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഫുജൈറ പോർട്ടിനടുത്ത് ചേർന്ന് തന്നെയാണ്, നമുക്കറിയാവുന്നതാണ്, ഹോർമുസ് കടലെടുക്കും ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന മേഖല നിലനിൽക്കുന്നത്. അവിടെ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ, അതായത് കടലിലെ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നതിനെ അല്ലെങ്കിൽ ആ മേഖലയിലെ സുരക്ഷിതത്വം, ആ പാസേജ് ഉറപ്പാക്കുന്നതിന് വേണ്ടി UK-യും അമേരിക്കയും ചേർന്ന് നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഏതാണ്ട് ഒരു മാസം മുമ്പ് സംഭവിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ യുദ്ധക്കപ്പൽ അവിടെ എത്തിയിരിക്കുന്നത് എന്നാണ്, ഫുജൈറ പോർട്ടിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് അല്പസമയം മുമ്പ് പറയുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മേഖലയിൽ സംഘർഷത്തിനുള്ള സാധ്യതകൾ ഉയരും എന്ന് കരുതാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഒരു അനാലിസിസ് ചെയ്താൽ തെറ്റല്ല. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയാണ് ഇതിന്റെ ഏറ്റവും കീ പ്ലെയർ ഇതിനകത്ത്. അപ്പൊ US-നെ സംബന്ധിച്ചോളം അവർക്ക് 2 പ്രോബ്ലം ഉണ്ട്. 2 കാര്യം അവർക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒന്ന്, അവർക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തേ തീരൂ.
രണ്ട്, ഈ മേഖലയിൽ സമാധാനം അവർക്ക് നിലനിർത്തണം. കാരണം പ്രത്യേകിച്ച് ജോ ബൈഡനെ പോലുള്ള ലീഡറിന് നവംബർ മാസത്തിൽ ഇലക്ഷൻ പോലും വരെയാണ്. അപ്പൊ ആ ഇലക്ഷൻ സമയത്ത് എന്തെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ രീതിയിലൊക്കെയുള്ള പൊളിറ്റിക്കൽ ഡാമേജ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു മേഖലയിൽ സമാധാനം നിലനിർത്തണം എന്നുള്ളത് US-ന്റെ ആവശ്യവും കൂടിയാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിനെ കൈവിടാനും അവർക്ക് സാധിക്കില്ല. അപ്പൊ എന്റെ ഒരു അസസ്മെന്റിൽ അവർ ഈ വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. ഒരു ഡിറ്ററൻസ് എന്നുള്ള നിലയിൽ അവർ വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് നാറ്റോ ഫോഴ്സസും UK മറ്റ് ഫോഴ്സസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിറ്ററൻസിന്റെ ലെവലിൽ മൊബിലൈസേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു എസ്കലേഷൻ നടക്കുമെന്നുള്ളതിനകത്ത് തീർച്ചയായിട്ടും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കാരണം അതിനെ മാനേജ് ചെയ്യും തന്നെയാണ് എന്റെ ഒരു അനാലിസിസ്. മേ ബി ഐ ഗോ റോങ്. ബട്ട് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് US ഇതിനെ കണ്ടെയ്ൻ ചെയ്യും അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില രീതിയിലുള്ള വയലൻസ് ഉണ്ടാവുമെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള വയലൻസ് ഉണ്ടാവാൻ സാധ്യത, അതായത് വലിയൊരു ഫുൾ സ്കെയിൽ വാർ നടക്കുന്ന, പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുറച്ചുകൂടെ മാനേജ് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും അത്തരത്തിൽ മാനേജ്മെൻറ്റ് സാധ്യമാകും എന്ന് നമുക്ക് കരുതാമെങ്കിൽ കൂടി നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ ദിവസമാണ് ലെബനനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീകരവാദികളുടെ ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായത്. സ്വാഭാവികമായും ഗോലാൻ കുന്നുകളുടെ പരിസരത്ത് നിന്നുള്ള ഇത്തരത്തിൽ ഇസ്ലാമിക് ഗാർഡ്സ് ഫോഴ്സിൻ്റെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഹൂതി വിമതരുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. കേണൽ ജിനിയുമായുള്ള ടെലിഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഐസൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഒരു മേഖലയിൽ ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിരവധി സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ടുള്ള ഈ ഒരു സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് കൃത്യമായൊരു കാര്യക്ഷമത അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാകുന്നില്ല. അത് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ആകുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ സമാധാനം ആഗ്രഹിക്കുന്ന ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു തുടർച്ചയായുള്ള ഇടപെടലും അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയല്ലേ? തീർച്ചയായും വിഷ്ണു, ഈ എടുത്തു പറയേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ, അതായത് നിലവിലെ MSC ഏറിയസ് എന്ന് പറയുന്ന കപ്പലിൽ പിടികൂടിയ ഒരു ഇസ്ലാമിക് ഗാർഡ്സ് ഫോഴ്സിൻ്റെ നീക്കത്തിൽ ഏറെ ഗൗരവതരമായ ഒരു ഇടപെടൽ ഭാരതത്തിനെ നേരിട്ട് നടത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഭാരതീയരായ 2 പേർ, മലയാളികളായ 2 പേർ ആ കപ്പലിൽ ജീവനക്കാരായി ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ കപ്പലിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കപ്പലിൻ്റെ ചില ദൃശ്യങ്ങൾ ഹെലികോപ്റ്ററിൽ നിന്നെല്ലാം തന്നെയുള്ള ചില ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നാവികസേന ഹെലികോപ്റ്ററുകളിൽ കപ്പലിനെ വട്ടമിട്ട് പറക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ആ ഒരു നിരീക്ഷണം, ഒരു സൈനിക നടപടിയിലേക്കുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് ഈ പശ്ചാത്തലത്തിൽ ഊഹിക്കേണ്ടത്. എന്നാൽ കേവലം ഈ സൊമാലിയൻ പൈറേറ്റ്സിനെയോ അതുപോലെ തന്നെ കടൽ കൊള്ളക്കാരെ നേരിടുന്നത് പോലെ ഒരിക്കലും ഇസ്ലാമിക് ഗാർഡ്സ് ഫോഴ്സിൻ്റെ ഒരു നാവികസേനാ സംവിധാനത്തെ നേരിടുക സാധ്യമല്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏറെ സങ്കീർണമായ ഒരു സൈനികേതര നടപടി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് നടപടിയിലേക്ക് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മോടൊപ്പം മറ്റ് പ്രതികരണത്തിനായി വിദേശകാര്യ വിദഗ്ധൻ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സർ, അനിൽകുമാർ സാർ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. തീർച്ചയായും സാർ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരങ്ങളനുസരിച്ച്, അതായത് ശക്തമായ പ്രതികരണം ഈ കപ്പൽ പിടിച്ചെടുത്തതിനെതിരെ ഉണ്ടാകുമെന്ന് പരോക്ഷമായ, പ്രത്യക്ഷമായ കപ്പലിൻ്റെ പേര് പരാമർശിക്കാതെയാണ് ഇസ്രായേലി പ്രതിരോധ സേനാ വക്താവ് ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായൊരു പ്രതികരണം ഉണ്ടാകുമെന്നൊരു സൂചന നൽകിയിരിക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫുജൈറ പോർട്ടിനടുത്ത് UKയുടെ ഒരു യുദ്ധക്കപ്പൽ, അല്ലെങ്കിൽ ഒരു സെമി യുദ്ധക്കപ്പൽ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുകയാണെങ്കിൽ അത് എത്രത്തോളം ഒരു ആഘാതം, തീർച്ചയായും ഈ ഹോർമുസ് കടലിടുക്കിൻ്റെ പ്രത്യേകതകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ എണ്ണ നീക്കത്തെയൊക്കെ പ്രതികൂലമായി അത് ബാധിക്കുകയും ചെയ്യില്ലേ? അല്ല, തീർച്ചയായിട്ടും ഇതൊരു വലിയ ആകുലത ഉണ്ടാക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അതിന്റെ കാരണം ഈ സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിന്റെ ആക്രമണത്തിന് പ്രതികാരമായിട്ട് 48 മണിക്കൂറിനുള്ളിൽ തന്നെ ആക്രമണം ഉണ്ടാവും എന്നുള്ള സൂചനകളൊക്കെ അന്നുണ്ടായിരുന്നു. ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു തിരിച്ചടി, ഒരുപക്ഷെ നേരിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുമെന്നും അത് അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനിയെ പരിഗണിച്ചു വരികയാണെന്നൊക്കെയുള്ള അന്നത്തെ റിപ്പോർട്ടുകൾ നമ്മളെ വളരെ ആകുലപ്പെടുത്തിയിരുന്നു. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മളിപ്പോൾ ഇതിനെ വായിക്കുവാൻ. അപ്പൊ സ്വാഭാവികമായും അതിനെ തുടർന്നുണ്ടായ ഒരു നീക്കമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ഒരു കപ്പൽ ഇപ്പോൾ ഇറാൻ പിടിച്ചെടുത്തു. അവരുടെ റവല്യൂഷണറി ഗാർഡ് വിഭാഗം തന്നെയാണ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്ത ഏതാണ്ട് ഇറാൻ സ്ഥിരീകരിക്കുന്നു. അതിന്റെ ബദലായി അമേരിക്ക പരമോന്നതമായിട്ടുള്ള സഹകരണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു.
ബ്രിട്ടന്റെ ഒക്കെ സഹായങ്ങൾ ഉടനെത്തും എന്നുള്ള വാർത്തകൾ വരുന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഏതാണ്ട് ആ മേഖല സംഘർഷാത്മകമായി മാറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഇവിടെ ചോദിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലതരത്തിൽ അത് എണ്ണ വിതരണത്തെ മാത്രമല്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളെ ബാധിച്ചേക്കാം, എണ്ണ വിതരണത്തെ ബാധിച്ചേക്കാം, മറ്റ് ട്രേഡ് അതായത് പിന്നെ വ്യാപാര ബന്ധങ്ങളെ ബാധിച്ചേക്കാം. അപ്പൊ അതൊക്കെ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ യുദ്ധമായി പരിണമിക്കാൻ കാരണം യുദ്ധങ്ങൾ പുറമെ നമ്മൾ പലതരത്തിലുള്ള തിരിച്ചടികളൊക്കെ നടത്തുമെങ്കിലും ആധുനിക കാലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള യുദ്ധങ്ങൾക്ക് പ്രസക്തി കുറഞ്ഞു വരികയാണ്. കാരണം അത്തരം യുദ്ധങ്ങൾ വളരെ വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആ യുദ്ധങ്ങളെ പരമാവധി നിയന്ത്രിക്കുവാൻ യുദ്ധത്തിൽ ഏർപ്പെടുന്ന രാജ്യവും തിരിച്ചടി കൊടുക്കുന്ന രാജ്യവും ഏർപ്പെടുന്ന രാജ്യവും പരമാവധി പരിശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ വളരെ വലിയ അന്തർദേശീയപരമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകൾ അവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ ഇത്തവണ ഉണ്ടായ ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ ങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രതികരിച്ചിട്ടുള്ള നമുക്ക് ജോ ബൈഡന്റെ പ്രതികരണം കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. അതായത് വളരെ ശക്തമായ ഭാഷയിൽ നിശ്ചിതമായ ഭാഷയിലാണ് ജോ ബൈഡൻ വിമർശിച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല എല്ലാ സഹായങ്ങളും അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഏതാണ്ട് ഇറാൻ നേരിട്ടൊരു തിരിച്ചടിക്ക് ശ്രമിച്ചാൽ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഒരുപക്ഷെ രണ്ട് തരത്തിൽ നമുക്ക് ഇതിനെ വായിച്ചെടുക്കാൻ പറ്റും. എത്രത്തോളം അതായത് ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്കയ്ക്കുള്ള രാജ്യങ്ങൾ ഈ പറയുന്ന വാക്കുകൾക്കപ്പുറം നേരിട്ടുള്ള ഒരു പ്രതികരണത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ഒരു പരിശോധന, ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാൻ കഴിയും. കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കും, സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കും നമുക്കറിയാം. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണോ അത് തീർച്ചയായിട്ടും പിന്നെ ഇറാൻ ഇസ്രായേലിന് ഒരു വലിയ തിരിച്ചടി കൊടുക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇപ്പോൾ സംഗതികൾ വളരെ വഷളായിരിക്കുകയാണ്. ഏത് സമയവും അമേരിക്കയുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ വരുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി തന്നെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഇറാന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള ചുവടുവെപ്പ് ഉണ്ടായാൽ അതിന് വളരെ വലിയ പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള ഒരു സൂചന. പ്രത്യേകിച്ച് ഹമാസ് മുൻപ് നടത്തിയ ആക്രമണം നമുക്കറിയാം. ഹമാസ് ഒരു ചുവട് മുന്നിലേക്ക് പോയപ്പോഴാണ് ഇസ്രായേൽ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പൊ ഇവിടെയും ഏതാണ്ട് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഇറാനാണ് ഒരു ചുവട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ വളരെ വലിയ തോതിൽ ഇടപെടാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ പിന്തുണയുമായി മുന്നോട്ട് വരാനുള്ള സാധ്യതയും ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അത് ഏതൊരു യുദ്ധവും ഇന്ന് ലോകത്തിന്റെ ഏതൊരു ചെറിയ കോണിലുണ്ടാകുന്ന യുദ്ധവും ആഭ്യന്തര കാര്യങ്ങളെ മാത്രമല്ല അന്തർദേശീയ കാര്യങ്ങളെ വളരെ വ്യക്തമായി ബാധിക്കും. ഏത് വത്തിക്കാൻ പട്ടണം മുതൽ ഇങ്ങേറ്റം വരുന്ന ഏറ്റവും വലിയ രാജ്യങ്ങളെ വരെ അത് ബാധിക്കും എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മയിലിരുത്തണം. അതുകൊണ്ട് തന്നെ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെങ്കടലായാലും ഹോർമൂസ് കടലിടുക്കിലും ഒക്കെ ഉണ്ടാകുന്ന ഈ സംഘർഷങ്ങൾ നമ്മുടെ ചരക്ക് നീക്കത്തെ മാത്രമല്ല രാജ്യങ്ങളുടെ തന്നെ പലതരത്തിലുള്ള നിലനിൽപ്പിനെയും അപകടത്തിലാക്കിയേക്കാം അല്ലെങ്കിൽ അത് ബാധിച്ചേക്കാം. ഇതൊക്കെ വരാൻ പോകുന്ന ഒരു മണിക്കൂറുകളിൽ വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. തീർച്ചയായും അനിൽകുമാർ, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന താങ്കൾ തന്നെ സൂചിപ്പിച്ചതനുസരിച്ച് ഈ ഒരു അവസ്ഥാവിശേഷം, അതായത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതായിരുന്നു ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഹമാസ് ഗാസ ഇസ്രായേൽ സംഘർഷമുണ്ടായപ്പോൾ അതിൽ ഇടപെടാൻ സാധ്യമാകുന്ന ചില രാജ്യങ്ങളുണ്ടായിരുന്നു. ഈജിപ്തിന് സാധ്യതകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഖത്തറിൻ്റെ ഇടപെടലുകളുണ്ടായിരുന്നു. അത്തരത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ ആ വിഷയത്തിലുണ്ടാവുകയും പല വിഷയങ്ങളിലും ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നേതൃത്വം നൽകാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നമുണ്ടാകുമ്പോൾ ഇസ്ലാമിക് ഗാർഡ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻഷ്യൽ ശക്തിയായി മാറിയ ഒരു സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ പണ്ട് ചർച്ചകളിലൊന്നും ഇവർ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും നേരിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് ഫോഴ്സിൻ്റെ സാന്നിധ്യം പിന്തുണയുണ്ടായിരുന്നുവെങ്കിൽ കൂടി അത് പരാമർശിക്കപ്പെടാതിരുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ നിലവിൽ അത് ഈ ഹോർമസ് കടലിടുക്കിലെ കപ്പൽ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഒരു പൊതുധാരണയിൽ അല്ലെങ്കിൽ ഒരു സമവായത്തിലൂടെ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഇടപെടാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അല്ല, ഇവിടെ സൂചിപ്പിച്ച രാജ്യങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇവിടെ ഇടപെടാൻ കഴിയുന്ന രാജ്യങ്ങൾ. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഇനി വളരെ കുറവാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് തങ്ങളുടെ പൗരനോ അല്ലെങ്കിൽ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനോ പരമാധികാരത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി നേരിട്ടാൽ അവർക്ക് ശക്തമായി തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊതു നയതന്ത്രത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് ഇന്നലെ ഉണ്ടായ ഒരു കാര്യമല്ല.
അവരുടെ ഒരു പ്രൈഡ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് ഒരുപക്ഷെ അതുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ അവിടുത്തെ ആഭ്യന്തരമായി അവർക്ക് ഒരുപാട് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ വരെ വന്നേക്കാമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമവായത്തിലൂടെ പരിഹരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത്തരത്തിലുള്ള നീക്കുപോക്കുകൾക്കുള്ള സാധ്യത പലപ്പോഴും കുറഞ്ഞു വരികയാണ്, പ്രത്യേകിച്ച് ഇറാന്റെ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. അപ്പോൾ മാത്രമല്ല, ഈ സിറിയയ്ക്കുള്ള ആക്രമണത്തിന് ബദലായി അവിടെ നടത്തിയ എംബസികൾക്ക് മുകളിൽ നടത്തിയ നയതന്ത്ര കാര്യാലയത്തിന് മുകളിൽ നടത്തിയ ആക്രമണത്തിന് ബദലായി അവർ ഏത് തരത്തിലും തിരിച്ചടിച്ചേക്കാമെന്നും അത് തിരിച്ചടി ഉണ്ടായാൽ ഉടൻ പ്രതികരിക്കണമെന്നുള്ള തീരുമാനം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ജോ ബൈഡൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള സഹായവും അമേരിക്ക വാഗ്ദാനം നൽകും, അതിനുവേണ്ടുന്ന എല്ലാ പിന്തുണയും ഇസ്രായേലിനെ വിളിച്ചവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു നീക്കം എന്ന് പറയുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമോ അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമോ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമല്ല. അവരേതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടായേക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ ശക്തമായ മറുപടി കൊടുക്കുക എന്നുള്ള തീരുമാനം അവരുടെ ഇടയിൽ ആൾറെഡി തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമവായം എന്ന് പറയുന്നത് ഇനി സാധ്യതകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈജിപ്ത് പോലെയുള്ള രാജ്യങ്ങൾ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ നേരത്തെ നടത്തിയ സമവായ ശ്രമങ്ങൾ ഇവിടെ അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. നേരത്തെ ഒരു ജെനുവിനായിട്ടുള്ള റീസൺ എന്ന പരക്കെ അംഗീകരിക്കപ്പെട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് തീർച്ചയായിട്ടും ഇസ്രായേലിനെ കുറെ കൂടി സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ട് കൂടിയാണ്, കുറെ കൂടി ശക്തിയായി മുന്നോട്ട് പോകുന്നു. മാത്രമല്ല, ഇസ്രായേലിലെ പല മാധ്യമങ്ങളും നൽകിയ ഒരു വാർത്ത ഇടയ്ക്ക് വെച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇസ്രായേൽ ഒരു അല്പം ഒന്ന് പതുങ്ങി, യുദ്ധമുഖത്ത് നിന്ന് പതുങ്ങി നിൽക്കുന്നതിന്റെ കാരണം കൂടുതൽ ശക്തമായിട്ട് തിരിച്ചടിക്കാനാണെന്ന് അവിടുത്തെ ജനറൽമാർ വരെ വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ്, വളരെ ശക്തമായ ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറെടുക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെ ഒരു സമവായം ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.